ഹായ് ഗായ്സ്. അപ്പോൾ ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നു, കുറച്ച് നേരത്തെ വന്നുള്ളൂ. ഇന്ന് PTA മീറ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ബർഗർ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഒരാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കൊളായി. അപ്പോൾ ഇന്ന് ഒരു മെനയിൽ ബർഗർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മഴയില്ല ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ ബർഗർ ഉണ്ടാക്കാൻ പോകും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയത് ഇത് വീണ്ടും അടുത്ത് ഹനാൻ്റെ വ്ളോഗിൽ നിന്ന് കാണാം. എൻ്റെ അമ്മ ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ തൊട്ടേ ഇപ്പോൾ കാണുന്നത് ഹനാൻ്റെ വ്ളോഗാണ്. വിശ്വസിക്കില്ല, അത് കാണിച്ചല്ലേ. അപ്പോൾ കാണിച്ചാൽ ഒരു മിനിറ്റ്. കണ്ട വീട്ടില് ബിഗ് ബോസ് തീർന്നപ്പോ തൊട്ടേ ഇപ്പൊ എല്ലാരും കാണുന്നത് ഹനാന്റെ വ്ളോഗ്. അറിയത്തില്ല, ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. ഹനാന്റെ വ്ളോഗാണ് എല്ലാരും ഇവിടെ കാണുന്നത്. മാക്സ് നമ്മളിനി എന്റെ വ്ളോഗ് കാണാൻ ആരും ഇല്ല, പക്ഷെ ഹനാന്റെ വ്ളോഗ് കാണാൻ എന്റെ കുടുംബക്കാരെല്ലാരും ഉണ്ട്. അപ്പൊ നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവാണ് ബർഗർ. അപ്പൊ ഇത് ലോങ് വീഡിയോ ആണ്, ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി. ഞാൻ നിർബന്ധിക്കുന്നില്ല, എന്റെ എല്ലാ കട്ടായങ്ങളും ഇതിലുണ്ടാവും. ബർഗർ ഉണ്ടാക്കാൻ പോണതാണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ കമന്റ് എന്തായാലും ചെയ്തിരിക്കണം. തെറ്റായാലും നല്ലതായാലും പൊട്ടായാലും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇന്ന് രാത്രി എങ്ങനെ വരുമെന്നാണ് എന്റെ ഒരു നിഗമനം. അപ്പൊ ഞാൻ ബർഗർ ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, വീട്ടിലൊരു ബർഗർ ഉണ്ടെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സഹായിക്കേണ്ടതാണ്. പക്ഷെ എന്റെ ചേച്ചിയുടെ അവസ്ഥ ഞാൻ കാണിച്ചാൽ കണ്ടില്ലേ, ഇതാണ് എന്റെ ചേച്ചി. ഇവള് ചെയ്യുന്നുണ്ടില്ലേ. ഞാൻ അവിടെ ബർഗർ ഉണ്ടാക്കാൻ പോവാന്ന് ഇവക്ക് അറിയാം. എന്നിട്ട് മൂടി പൊതച്ച് ഇങ്ങനെ കിടന്നുറങ്ങാം. ഇത് എവിടെയെങ്കിലും ഉണ്ടാവോ ഇങ്ങനത്തെ ഒരു സാധനം? എന്റെ അമ്മ അവിടെ ഉപദേശിച്ചോണ്ടിരിക്കുന്നു, ഉറങ്ങല. ഇവക്ക് വരിക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക. ഇത് മാത്രം അറിയാവുന്നൊരു ചേച്ചി നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ബർഗർ ഉണ്ടാക്കാൻ പോവാം. അവളെന്തായാലും എഴുന്നേക്കില്ല എന്നറിയാം. ഉണ്ടാക്കുമ്പോ ടേസ്റ്റ് ചെയ്യാൻ അവൾക്ക് കൊടുക്കണം എന്നാണ് പറയണത്. ഇവിടെ ഒരു അമ്മ പോണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ മാക്സിന്റെ മുഖത്തുള്ള അതൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടാ. എനിക്ക് 2 കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അത് എങ്ങനെയാണ് എന്താ ഉണ്ടായിരുന്നൊക്കെ. അത് കുറഞ്ഞു തുടങ്ങി. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചിക്കൻ കഴുകണം. എനിക്ക് ഈ മിരയ്ക്ക് അത് കഴുകറിയാത്തോണ്ട് ഞാൻ അമ്മേനെ വിളിച്ചിട്ട് വരുമെന്ന് അറിയില്ല. നോക്കട്ടെ, അമ്മ അങ്ങനെ കഴുകോ? അടച്ചുണ്ട്, കഴുകാൻ പോയിട്ട് നമുക്ക് വേറെ പരിപാടി നോക്കാം. ഓക്കെ, നമ്മള് സംഭവങ്ങൾ ഇവിടെ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ നമ്മൾ ഇതിലിട്ട് മിക്സിയിലിട്ട് അടിക്കണം. കുറച്ച് കുരുമുളക് പൊടി ഇടാം. ഓക്കെ, അത് എന്തോരം ഇടണമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പൊ ആരും ഇത് എനിക്കിരിക്കണ്ടാവും. ഇപ്പൊ തന്നെ പറയണു, എരിവ് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ കുറച്ചധികം ഇടാം. നമ്മളിതിട്ടോ ഇത് മിക്സിയിലിട്ട് അടിക്കണം. ഗൈസ്, വീഡിയോ എടുക്കാൻ എൻ്റെ ചേച്ചി വന്നിരിക്കുന്നു. ഇത് നമ്മുടെ വിജയം. എന്റെ ചേച്ചിയാണ് വീഡിയോ എടുക്കണത്. അതുകൊണ്ട് ഇത് എത്ര മെനി ഉണ്ടാവും എനിക്ക് അറിയില്ല കേട്ടോ. മിക്കത് കൊളാവും വീഡിയോ. ഞാൻ വരച്ച് അടിച്ചേണ്ടി വരുന്നു. പൊട്ടത്തി ചെയ്തുകൊണ്ട് അത്രയ്ക്കൊക്കെ വരണം. തൊള്ളയുണ്ട് ഇപ്പൊ ക്യാമറ കട്ട് ചെയ്ത്. ബർഗർ ആൻഡ് പാൽ ചായ ഗായ്സ്. വേണ്ടത് കിട്ടണ്ട. നമ്മുടെ തക്കാളി എടുത്തിട്ട് ഇങ്ങനെ അരിയണം റൗണ്ടിൽ. ഓക്കെ, കുതു നമ്മള് ഈ ബണ്ണാണ് വാങ്ങിയത്. ഹൽവാനി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ആക്കണം. അപ്പം എൻ്റെ മാക്സ് ഇവള് എന്താണ് ചെയ്യുന്നത് നോക്കിയിരിക്കുകയാണ് ഗായ്സ്. പാവം. എന്തെങ്കിലും ഇവള് ചെയ്യുന്നത് ശരിയാവോ മാക്സേ?
കാട്ടണ വീഡിയോ പ്രൊഫഷണൽ പ്രൊഫഷണൽ എന്നിട്ട് സാധനം കുറച്ചേരം എടുക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരല്ലോ. മറ്റേ കയ്യിലൂടെ അത് അപ്പുറത്തുണ്ടാവും. അടി പിടിക്കാണ്ട് നോക്കേണ്ടത് വളരെ വെച്ച സാധനം വന്നു കണ്ട വീഡിയോ ആണല്ലേ. വീഡിയോഗ്രാഫർ ഒന്നും പറയരുത്, എന്റെ ചേച്ചിയാണ്, പൊട്ടത്തെയാണ് ജന്മന വന്നേ. ഇവിടെ ഉണ്ടാക്കണത് എന്റെ അനിയത്തി ആയോണ്ട് പറയാനില്ല, വളരെ കഴിവുള്ള ഒരു കുട്ടിയാണ്. അതായത് വയല് വെക്കാൻ കൊള്ളുമെന്ന് തമ്പുരാനറിയാം. ഞാൻ പ്രൊഫഷണലൊന്നുമല്ല, പക്ഷെ എനിക്കറിയാം. നമ്മളൊരു വട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ പാറ്റി എനിക്കാട്ടോ. അടി പിടിക്കൂ. നമ്മുടെ അടുത്ത കലാപരിപാടി മെയിൻ താരണ്ട്. അതില്ലാണ്ട് നമുക്ക് ബർഗർ കഴിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആ സാധനം ഇങ്ങനെ എടുക്കാറുണ്ട്. തീ കൊടുത്തതല്ലേ ഇങ്ങനെ കടവില്ല കയ്യിൽ ഗൈസ് എന്റെ കൈ പോണിഞ്ഞാട്ടുണ്ട്. മറച്ചെടുക്കണം. മറിച്ചിട്ടാ ഏത് മറിച്ചിട്ട നീ? ഇതെല്ലാം പണ്ടത്തെ ഇത് രണ്ടെണ്ണം, ഇത് പണ്ടത്തെ. എത്ര നേരം വെക്കണം മൂടി? എന്തൊക്കെയാ പായസായിരിക്കും. ഭയങ്കര കടും പാടില്ല ചേച്ചി. ഞാനുണ്ടാക്കണേന്ന് അറിയാം ആൾക്കാർക്ക് എന്നെ കാണിക്കുന്നത്. എന്തായാലും എന്റെ വ്ളോഗ് എന്നിട്ട് എന്നെ കാണിക്കണോ? പിന്നെ നമ്മളെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് 1K സബ്സ്ക്രൈബേഴ്സ് ആ പറയും നമുക്ക്. അത് പറയുന്നുണ്ട് കുറച്ച് നാളായി. ആയിക്കഴിഞ്ഞാൽ എനിക്ക് അത്രയും നല്ലത്. സപ്പോർട്ട് ചെയ്യാ, എന്നെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എന്നാലും നമ്മളൊരു യൂട്യൂബർ ആവുള്ളൂ, വളർന്ന് വരണോ. അപ്പൊ എനിക്കാണ് കാര്യങ്ങള്. ക്യാമറമാന് ദേഷ്യം വരുന്നുണ്ട്. അക്ഷരം കഴിഞ്ഞിട്ടിട്ട് പോകും. പാൽപ്പാശം പോലെ ഉണ്ടാക്കണ കേക്ക്. കളിയാക്കലടി. അടുത്ത വെളിച്ചെണ്ണയാക്ക്. മറിച്ചിട്ടോ? മറിച്ചിട്ടതാ നമ്മള് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാണിക്കാം തമ്പുരാട്ടി. നമ്മളതിലേക്ക് സോസ് ആക്കാം. മണ്ണ് ചൂടാക്കണ്ട. ചൂടാക്കിന്നാ പറഞ്ഞേ. ഇവിടെ ഉണ്ടായിരിക്കണം. അയ്യോ മെയിൻ സാധനങ്ങൾ വെച്ചില്ല. എനിക്കിത് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കിതില്ലാണ്ട് വെച്ചില്ല. സവോളയുടെ കട്ടി കുറച്ച് കൂടിപ്പോയി. ഇത് കൊണ്ട് വെക്ക്. അത് കഴിഞ്ഞ് നമ്മള് അതൊന്നും വേണ്ട. ഇങ്ങനെ അതിന്റെ മേലിതാക്ക്. വീണ്ടും സോസ് കൊണ്ട് ഒരു ആറാട്ട് നടത്തി നന്നായി തേക്കണം സോസ്. ഇതുമ്മ തേക്ക്. അത് പിന്നെ മിക്സ് ആക്കാറോ, കുറച്ച് തേക്ക് അങ്ങട്. എന്നിട്ട് നമ്മുടെ ബർഗർ സെറ്റ് ആയിരിക്കുന്നു. നമ്മള് അമ്മ എന്തായാലും കഴിക്കില്ല. അമ്മയ്ക്ക് കൊടുക്കണോ? എനിക്ക് വേണോ? വേണോ? അമ്മ കഴിക്കില്ല. അപ്പൊ ഞാൻ ആദ്യം ചേച്ചിക്ക് തന്നെയാണ് കൊടുക്കാൻ പോണേ. ചേച്ചി എന്നാ ഇത് മിനിറ്റ് ഞാൻ ആ വീഡിയോ എടുത്ത് തരാം ഗൈസ്. ഒരു മിനിറ്റ് ക്യാമറ എക്സ്ചേഞ്ച് ചെയ്യട്ടെ ഗൈസ്. അപ്പൊ അവള് കഴിക്കാൻ പോവാണ്. നെക്സ്റ്റ് തരാം, വെയിറ്റ് ചെയ്യൂ. എന്താണ് എന്റെ പൊന്നോട് ഇത്ര എക്സ്പ്രഷൻ വേണ്ട. അറിയണ ആൾക്കാര് കാണുന്നത് എങ്ങനെയുണ്ട്? ശരിയല്ലേ? പിന്നെ ഞാൻ കഴിച്ചോട്ടെ.
കഴിക്കുമ്പോ എന്താവുന്ന എനിക്കറിയില്ല ഇതാണ് കഴിക്കാൻ എങ്ങനെയാ തൊണ്ട പറ്റുകൂട്ടി കുഴപ്പമില്ല മാക്സിമം ഈ ബണ്ണ് മാത്രമേ കൊടുക്കുള്ളൂ ചിക്കൻ കൊടുക്കാൻ പാടില്ല കൂടാതെ മാക്സിമം ഇഷ്ടമായിട്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ ബർഗർ ഉണ്ടാക്കലും കഴിഞ്ഞു തീറ്റയും കഴിഞ്ഞു അടിപൊളി ടേസ്റ്റ് അല്ല സ്റ്റൈല് നല്ല ടേസ്റ്റായിരുന്നു എനിക്കിഷ്ടമായി അവൾക്കും ഇഷ്ടമായി ഇനി ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിയണ ഒരാളവിടെ നിന്ന് നനങ്ങില്ല അതോടെ ഉണ്ട് അപ്പോൾ ചായ പിന്നെ അമ്മയുടെ സ്പെഷ്യൽ ചായ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എൻ്റെ ചേച്ചി വർക്ക് ചെയ്തു ഗൈസ് അപ്പം അതുകൊണ്ട് നിങ്ങൾ നല്ല കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ 1K ആവാറായി നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് 1K ആവുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ശരി അപ്പോൾ ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്